യുവതിയുടെ ശരീരത്തിൽ നിന്നും ഗൈഡ് വെയർ പുറത്തെടുക്കുന്നത് സങ്കീർണമെന്ന് വിദഗ്ധർ. രക്തക്കുഴലുകൾ പൊട്ടാൻ സാധ്യത. ഇക്കാര്യം സുമിയെ ബോധ്യപ്പെടുത്തും. മെഡിക്കൽ ബോർഡ് യോഗത്തിലാണ് തീരുമാനം. വിശദാംശങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ശരിയാണ്. പ്രശാന്ത്, ജനറൽ ആശുപത്രിയിലെ ഒരു സങ്കീർണതയുമായി ബന്ധപ്പെട്ട് വിദഗ്ധർ നൽകുന്നത് എന്താണ് വ്യക്തത? KP തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിലാണ് ഇപ്പോൾ യുവതിയുടെ ശരീരത്തിൽ നിന്നും ഗൈഡ് വയർ പുറത്തെടുക്കുന്നത് സങ്കീർണമെന്ന് അറിയിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട പല ചർച്ചകൾ നടന്നിരുന്നു. വിദഗ്ധരുമായി കൂടിക്കാഴ്ചകളടക്കം നടത്തുകയും ശസ്ത്രക്രിയയിലൂടെ ഗൈഡ് വയർ പുറത്തെടുക്കാൻ സാധിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ മെഡിക്കൽ ബോർഡ് തന്നെ പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇപ്പോൾ കൂടിയാലോചനകൾക്ക് ശേഷവും വിദഗ്ധരുടെ അഭിപ്രായങ്ങൾക്ക് ശേഷവും ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുക്കുക, ഗൈഡ് വയർ പുറത്തെടുക്കുക വളരെ സങ്കീർണമാണ്. ജീവന് തന്നെ ആപത്തുണ്ടാക്കും. രക്തക്കുഴലുകൾ പൊട്ടാൻ സാധ്യതയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ശസ്ത്രക്രിയ നടത്തുക എന്നത് വളരെ സങ്കീർണമാകും. അത് ഈ വിവരം യുവതിയെ, അതായത് ഈ ഗൈഡ് വയർ കുടുങ്ങിയ യുവതി സുമയെ ധരിപ്പിക്കാൻ ശ്രമിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് മെഡിക്കൽ ബോർഡ് പറയുന്നത്. ഇന്ന് ചേർന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലൊരു നിർണായക വിവരം മെഡിക്കൽ ബോർഡ് പങ്കുവച്ചിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ശസ്ത്രക്രിയയിലൂടെ തന്നെ പുറത്തെടുക്കാൻ സാധിക്കുമെന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി സുമയിൽ നിന്നും അനുമതി അടക്കം വാങ്ങിയിരുന്നു. വിദഗ്ധ ഡോക്ടർമാർ പരിശോധന അടക്കം നടത്തുന്ന നിലയിലേക്കെല്ലാം എത്തിയിരുന്നു. എന്നാൽ കൂടുതൽ വിവരങ്ങൾ കൂടുതൽ രീതിയിലേക്ക് ചെന്നെത്തിയതോടുകൂടിയാണ് ശസ്ത്രക്രിയ നടത്തുന്നത് വളരെ സങ്കീർണമാണ് എന്ന് പറയുന്നത്. നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഗൈഡ് വയർ ശരീരവുമായി മാംസവുമായി ഒട്ടിയ നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ പുറത്തെടുക്കുക എന്നത് വളരെ സങ്കീർണമാണ്. ശസ്ത്രക്രിയ നടത്തിയാലും പുറത്തെടുക്കുന്നത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾക്ക് വഴിവെച്ചേക്കുമെന്നാണ്, ആരോഗ്യ പ്രശ്നങ്ങൾക്കടക്കം വഴിവെച്ചേക്കുമെന്നൊരു വിദഗ്ധ അഭിപ്രായം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. രക്തക്കുഴലിനെ അത് അടക്കം ബാധിക്കും. രക്തക്കുഴൽ പൊട്ടുന്ന നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് ഈ യുവതിയുടെ തന്നെ ജീവന് ആപത്തുണ്ടാകാം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ സങ്കീർണമായ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ സങ്കീർണമായൊരു ശസ്ത്രക്രിയ ആയിരിക്കും ഇത്തരത്തിൽ ഉണ്ടാകുക എന്നതാണ്. അതും ശസ്ത്രക്രിയ നടത്തുന്നതും വളരെ സങ്കീർണമാകുമെന്നും ആരോഗ്യവകുപ്പും അതോടൊപ്പം തന്നെ മെഡിക്കൽ ബോർഡും പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഇനി സുമയ്യ എന്ത് പറയുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് നോക്കിക്കാണേണ്ടത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് ഡോക്ടറുടെ കൈപ്പിഴ മൂലം ഈ ശരീരത്തിനുള്ളിൽ ഗൈഡ് വയർ കുടുങ്ങുന്നത്. അതിനുശേഷം ശാരീരികാസ്വസ്ഥം ഉണ്ടായതിനെ തുടർന്നാണ് യുവതി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയും പല സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ തേടിയിരുന്നു. അതിനുശേഷം എക്സ്റേ എടുത്തപ്പോഴാണ് ഇത്തരത്തിൽ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തുകയും ശ്രദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. തുടർന്ന് പരാതി നൽകിയെങ്കിൽ പോലും നടപടികളൊന്നുമായില്ല. അതിനുശേഷം ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തും നടപടി ഉണ്ടാകാതായതോടെ പോലീസിൽ പരാതി നൽകി. പോലീസിലും ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും നേരത്തെ ഈ ആരോഗ്യവകുപ്പ് യുവതിയോട് പറഞ്ഞിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയകൾ നടത്തിക്കൊണ്ട് ഗൈഡ് വയർ പുറത്തിറക്കാൻ ശ്രമിക്കാമെന്നായിരുന്നു. എന്നാൽ അതിപ്പോൾ സാധിക്കില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം ഇത്രയും സങ്കീർണമായ നിലയിലാണ് ഈ ശസ്ത്രക്രിയയെങ്കിൽ അത് കൂടുതൽ രോഗിയുടെ തന്നെ, അതായത് ഈ യുവതിയുടെ തന്നെ ജീവനാപത്തുണ്ടാകുന്ന തരത്തിലേക്ക് എത്തിക്കുക എന്ന ഒരു നിലയിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ ഇക്കാര്യം ഈ ഓപ്പറേഷൻ്റെ സങ്കീർണതകളടക്കമുള്ള വിഷയങ്ങൾ സുമയ്യെ ധരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് മെഡിക്കൽ ബോർഡും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പും. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദാംശങ്ങൾ നൽകിയത്.